ഇന്നിപ്പോഴേ ഞായറാഴ്ചയായിട്ട് എനിക്കൊരു സുഖമില്ല കേട്ടോ. ഇന്നും വർക്കിംഗ് ഡേ ആണ്. എനിക്ക് എന്നും ഒരേ ദിവസം പോലെ തന്നെ. ചേട്ടായിക്ക് ഇന്ന് ജോലിക്ക് പോകണമെന്നേ. അപ്പോൾ ഓരോ ദിവസവും ഓരോ ഞായറാഴ്ചയും ഓരോരുത്തർക്കാണ് ഡ്യൂട്ടി. ഇന്നിപ്പോൾ ചേട്ടായിക്കായിരുന്നു. അപ്പോൾ പോവാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ തലേ ദിവസം കുക്കറിൽ വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം കൂടുതൽ ഉറങ്ങാൻ വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ എൻ്റെ മനസ്സിലൊരു തൃപ്തിക്ക് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി കൂടി നേരത്തെ ആവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ്. വേഗം അരിയൊക്കെ അടുപ്പത്തിട്ടു. പിന്നെ ഇന്നലെ നാളേരൊക്കെ പൊതിക്കേണ്ട മടിക്ക് ഞാൻ അപ്പത്തിനൊന്നും അരച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ചിക്കൂസ് ഡേയിൽ കണ്ടതാണ് നാളേരം ഒന്നും ചേർക്കാണ്ടുള്ളത് കേട്ടോ. അപ്പോൾ 2 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് ചോറും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പിന്നെ ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 2.25 കപ്പ് വെള്ളം എല്ലാം അവർ പറഞ്ഞ അളവിലായിട്ട് എടുത്തേക്കണേ. കാരണം ഞാൻ ആദ്യമായിട്ടാണല്ലോ ഉണ്ടാക്കണം. അപ്പോൾ റെഡി ആവില്ലെന്ന് അറിയില്ലല്ലോ. ഒക്കെ അതിലെങ്ങനെ പറഞ്ഞാൽ അതേ അളവിൽ തന്നെ എടുത്തു. ഇത്തിരി കട്ടിക്ക് വേണമെന്ന് പറഞ്ഞു, അതേപോലെ എടുത്തു. എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ അവർ ഇത്തിരി ചൂടുവെള്ളം വെക്കുന്നുണ്ട് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. ഞാനും ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് ഇത്തിരി അടുപ്പിൻ്റെ സൈഡിലേക്ക് നീക്കി വെച്ചു. ഇത്തിരി ചൂട് കെട്ടി വേഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ചേട്ടായിക്ക് കൊണ്ടുപോകാനായിട്ട് കറി വേണമല്ലോ. അപ്പോൾ ക്യാബേജ് ഉപ്പേരി വെച്ചു. ഇത് അന്ന് മേടിച്ച ക്യാബേജ് ആട്ടത്. ഇപ്പോൾ 3ാമത്തെ വട്ടം വെക്കണം. ഇന്നത്തോടു കൂടി കഴിഞ്ഞു. ചിക്കൻ കറി കൊണ്ടുപോയില്ലല്ലോ. അപ്പോൾ വേഗം ക്യാബേജ് ഉപ്പേരി കടപ്പത്ത് വെച്ച്. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ചിക്കൻ കറി എടുത്ത് ചൂടാക്കണമായിരുന്നു. അപ്പോൾ അത് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്ന വേറെ പാത്രത്തിലേക്ക് ആക്കി അത് ചൂടാക്കി. പിന്നെ ചേട്ടായി എനിട്ടിപ്പോൾ കാപ്പി ചോദിച്ചപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ചേട്ടായുടെ കൂടി ഇരുന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഇടയിൽ കൂടെ ചോറൊക്കെ ഊറ്റുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെന്ന് നോക്കി. 7:45 ഞാൻ നോക്കിയപ്പോൾ കറക്റ്റ് 1 മണിക്കൂർ. അപ്പോൾ പൊന്തീന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായിട്ടോ. റെഡി ആയില്ലോന്ന്. എന്നിട്ട് പിന്നെ ഉണ്ടാക്കി നോക്കി. അപ്പോൾ ചേട്ടായി പറയുന്നുണ്ട് തേങ്ങ ചേർക്കാത്തതുകൊണ്ട് രസം ഉണ്ടാവില്ലടി എന്ന് പറയുന്നുണ്ട്. അതിനിടെ കൂടെ പാപ്പിക്കുട്ടനൊക്കെ ഏറ്റു വന്നു. പിന്നെ ചുറ്റാൻ ഇത്തിരി പാടുണ്ടായിരുന്നു. ഇത്തിരി കട്ടിയിലായിരുന്നല്ലോ. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കട്ടിയിൽ വേണം, സാധാ പാലപ്പത്തിന് പോലെ ലൂസ് പാടില്ലെന്ന്. പക്ഷേ സംഭവം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടാ. എന്നിട്ട് പിന്നെ അപ്പം ഉണ്ടാക്കണതിൻ്റെ ഇടയിൽ കൂടെ ചേട്ടായിക്ക് ചോറാക്കി. വേറെ ഒന്നുമില്ലല്ലോ, ക്യാബേജ് ഉപ്പേരി മുട്ട വറുത്തതും മാത്രമല്ലോ കേട്ടോ. പിന്നെ അപ്പം ചിക്കൻ കറി കൂട്ടി കഴിച്ചപ്പോൾ എൻ്റെ പൊന്നു മക്കൾ അടിപൊളി ടേസ്റ്റ് ഇട്ടാ. അപ്പോഴാണ് എനിക്ക് തോന്നി വെറുതെ എന്തിനീ നാളേരൊക്കെ ചിറകി കഷ്ടപ്പെടണം, ഒരു പ്രാവശ്യം എന്തായാലും ഉണ്ടാക്കിക്കോട്ടെ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ആ കട്ടി അതന്നെ വേണം കേട്ടോ. നല്ല സൂപ്പറാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അടിപൊളിയാണ്.